18ാം ലോകസഭയിലേക്ക് 7 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 5 ഘട്ടങ്ങൾ മെയ് മാസം 20-ാം തീയതി കൊണ്ട് പൂർത്തിയായി. 543 സീറ്റുകളുള്ള പാർലമെന്റിൽ 429 സീറ്റുകളിലേക്കുള്ള വോട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും 114 സീറ്റുകളിലേക്കുള്ള വോട്ടിംഗ് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അത് തന്നെ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്നു. പ്രധാനമായി അവശേഷിക്കുന്നത് പഞ്ചാബ്, ഹരിയാന, UP, ഒഡീഷ തുടങ്ങിയതായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകളാണ്. അത് മെയ് മാസം 25-ാം തീയതി 6ാം ഘട്ടം 57 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. അതിനുശേഷം ജൂൺ 1-ാം തീയതി അവസാന ഘട്ടം 7ാമത്തെ ഘട്ടം പൂർത്തിയാകുമ്പോൾ 543 സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പൂർത്തിയായി എന്ന് പറയാം. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് പല തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദീർഘമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നത്. ഏപ്രിൽ മാസം 19-ാം തീയതി ആയിരുന്നു 1ാമത്തെ ഘട്ട തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ് ഏകദേശം 1.5 മാസം കൊണ്ടാണ് ശേഷിക്കുന്നതായ 6 ഘട്ടങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം എടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും ശേഷിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ പൂർത്തിയായി കഴിഞ്ഞാൽ ജൂൺ മാസം 4-ാം തീയതിയോടുകൂടി ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാവി ഭാഗധേയം നിർണയിക്കപ്പെടും. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പല കാരണങ്ങൾ കൊണ്ട് പ്രത്യേകതയുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ വലിയ തരംഗങ്ങളൊന്നുമില്ല, വലിയ തിരകളില്ല, വലിയ ഓളങ്ങളില്ല, വലിയ തരത്തിലുള്ള ഒഴുക്കുകളില്ല. അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ പ്രകടമല്ല. ആ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന കണക്കനുസരിച്ച് ശരാശരി 65% വോട്ടിംഗ് മാത്രമേ ഈ പറഞ്ഞ 429 മണ്ഡലങ്ങളിൽ നടന്നിട്ടുള്ളൂ. അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കാരണങ്ങൾ പറയുന്നുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകർ മറ്റു ചില കാരണങ്ങൾ പറയുന്നുണ്ട്. 1-2 പ്രധാനപ്പെട്ട പൊതു കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽ ഇപ്പോൾ വരെ കടുത്ത ഉഷ്ണ അവസ്ഥയിലായിരുന്നു, ചൂട് കാലമായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ആളുകൾ പുറത്തിറങ്ങാനായി വൈമനസ്യം കാട്ടി എന്ന് പറയുന്നവരുണ്ട്. കേരളത്തിൽ തന്നെ ഇത് ആദ്യം ഏപ്രിൽ 26-ാം തീയതി നടക്കുമ്പോൾ കൊടും ചൂട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് ആളുകൾ പുറത്തിറങ്ങാൻ മടിച്ചത് ആണ് വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമെന്ന് ചില ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. മറ്റു ചില ആളുകൾ പറയുന്നത് പൊതുവെ നഗരപ്രദേശങ്ങളിലുള്ള വോട്ടർമാർ കാര്യമായി ഈ പ്രാവശ്യത്തെ വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. അതിന് ചില ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഏർബൻ ലെതാർജി അല്ലെങ്കിൽ നാഗരിക വൈമനസ്യം അല്ലെങ്കിൽ നാഗരിക നിസ്സംഗതയാണ് എന്ന് പറയുന്ന ചില മാധ്യമങ്ങളുണ്ട്. മൂന്നാമത്തെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പൊതുവെ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളിലും അവർ നടത്തുന്ന പ്രഖ്യാപനങ്ങളിലും ഒന്നുമുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. വെറും അധര വ്യായാമമാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള രാഷ്ട്രീയ കക്ഷികളെ പിന്തുണയ്ക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് അവർ പറയാതെ പറയുന്നു എന്നതാണ് മറ്റ് ചില കാരണങ്ങളായി പറയുന്നത്. കാരണങ്ങൾ എന്തായാലും പൊതുവായി കണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരാശരി 65% മാത്രം വോട്ടിംഗ് നടന്നിട്ടുള്ളൂ. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 69% വരെ വോട്ടിംഗ് നടന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പിൽ 2014-ലും 19-ലും BJP അധികാരത്തിൽ വന്നപ്പോൾ ഉള്ള രാഷ്ട്രീയ കാലാവസ്ഥ അല്ല എന്നത് വളരെ പ്രകടമാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രതിപക്ഷ കക്ഷികൾ ഒരു മുന്നണി ഉണ്ടാക്കി നിലവിലുള്ള സർക്കാരിനെതിരായി തെരഞ്ഞെടുപ്പിൽ ഗോദായിൽ ഇറങ്ങുന്നത്. നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഓരോരോ കക്ഷികൾ അവരുടേതായ രീതിയിൽ മത്സരത്തിൽ പങ്കെടുക്കുകയും
വോട്ടുകൾ ചിതറിപ്പോവുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് 2014-ലും 2019-ലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി അധികാരത്തിൽ വന്നത് എന്ന് പരക്കെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് ഒരു വിരാമമിടുക എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് 27ഓളം പ്രതിപക്ഷ ഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് INDIA എന്ന മുന്നണി ഉണ്ടാക്കിയതും ആ മുന്നണിയായി തന്നെ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയെ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. അത് വലിയൊരു ചരിത്ര സംഭവം തന്നെയാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ തരത്തിലുള്ള ഒരു മുന്നണിയുടെ രൂപീകരണം തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് പ്രതിപക്ഷ ഭാഗത്തുള്ള കക്ഷികളുടെ ആത്മവിശ്വാസം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ ആത്മവിശ്വാസത്തിൽ വളരെ ശോഷണം സംഭവിച്ചിട്ടുമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ശ്രീ അമിത്ഷായും ഒക്കെ പറഞ്ഞത് 400-ലധികം സീറ്റുകൾ നേടി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മൂന്നാം ഊഴത്തിലേക്ക് BJP അധികാരത്തിൽ വരും എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി ബജറ്റിന്റെ ഒരു രൂപം അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് വരുന്ന ജൂൺ മാസത്തിൽ ഞങ്ങൾ തന്നെ പുതിയ ബജറ്റുമായി രംഗത്ത് വരും എന്നാണ്. അത്ര വലിയ ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ BJP ഭാഗത്തുണ്ടായിരുന്ന നേതാക്കൾക്കുണ്ടായത്. എന്നാൽ കൗതുകകരം എന്ന് പറയട്ടെ, ഇപ്പോൾ ആ 400 എന്ന് പറയുന്ന സംഖ്യ ഉച്ചരിക്കുന്നില്ല. ഏതോ മാധ്യമ പ്രവർത്തകർ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയോട് 400 എന്ന് പറയുന്ന സംഖ്യയെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നോ പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ഉരുണ്ടത് അത് ഞങ്ങൾ പറഞ്ഞതല്ല, ജനങ്ങൾ പറഞ്ഞതാണ് 400 എന്ന സംഖ്യ എന്ന രീതിയിലാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കണ്ടത്, ഇന്ന് പറയുന്നതല്ല അദ്ദേഹം നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്. അദ്ദേഹത്തിനുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് അദ്ദേഹം തന്നെ വരുത്തി വച്ചിരിക്കുന്ന ഒരു വിനയാണ്. ഒരു പ്രധാനമന്ത്രിയൊക്കെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കും, പറയുന്നതിൽ ഉറച്ചു നിൽക്കും, പറഞ്ഞത് തന്നെയായിരിക്കണം വീണ്ടും പറയുന്നത് എന്നൊക്കെയാണ് ജനസമൂഹം പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ, പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും ഒരു വെറും രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായി ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങുകൊണ്ട് പ്രചരണം നടത്തുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ അസാധാരണമായ അഭൂതപൂർവമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് തന്നെ വിനയായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ശതമാനത്തിലുള്ള വോട്ടിംഗ് ശതമാനത്തിലുള്ള കുറവ് തന്നെ BJP ആളുകളുടെ ഇടയിൽ, നേതാക്കന്മാരുടെ ഇടയിൽ വല്ലാതെ അസ്വസ്ഥതയും അങ്കലാപ്പും പരിഭ്രമവും ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് വളരെ നിസ്സാരമായി 400 സീറ്റുകൾ നേടിയെടുക്കാം എന്ന ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടില്ല എന്ന് വരുത്താനായി അമിത്ഷാ 2 ദിവസം മുമ്പ് പറഞ്ഞത്, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സീറ്റ് ഈ പറയുന്ന 429-ൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു, കേവല ഭൂരിപക്ഷത്തിന്റെ 272 സീറ്റ് ഞങ്ങൾ ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു, ഇനിയും കിട്ടുന്നതൊക്കെ ഞങ്ങളുടെ പെട്ടിയിൽ അധികമായി വീഴുന്ന സീറ്റുകളാണ് എന്നൊക്കെ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനായി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വരികൾക്കിടയിലൂടെ അദ്ദേഹത്തിന്റെയും പ്രസ്താവന വായിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പ്രചാരണ രംഗത്തുണ്ടായിരുന്ന ആ ഒരു ആത്മവിശ്വാസവും ധൈര്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ BJP തൂത്തുവാരും എന്നുള്ള പ്രചരണമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ച് അല്പം ആശങ്കയുണ്ടെങ്കിലും ഇവിടെ വൻപിച്ച മുന്നേറ്റം BJP ഉണ്ടാക്കുമെന്നാണ് പ്രചാരണ രംഗത്ത് ആദ്യം ഇറങ്ങിയ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പറഞ്ഞത്. മറ്റൊരു കൗതുകകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം, തെക്കേ ഇന്ത്യയിൽ ശ്രീമാൻ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ അദ്ദേഹം എടുത്തു കാട്ടിയത് കഴിഞ്ഞ 10 വർഷത്തെ തൻ്റെ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളായിരുന്നു. വികസനം ആയിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ അജണ്ട എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം
തെക്കേ ഇന്ത്യയിൽ അഴിച്ചുവിട്ടത്. പ്രത്യേകിച്ച് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഈ വികസനത്തെക്കുറിച്ചും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഇതിനെക്കുറിച്ചൊക്കെ വാക്ധോരണി ധാരധാരയായി അദ്ദേഹം പൊതുജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം 4 പ്രാവശ്യമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിലെ 1-2 മണ്ഡലങ്ങൾ സന്ദർശിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം അഴിച്ചുവിട്ടത്. അപ്പോൾ അദ്ദേഹം എത്ര സജീവമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട് എന്നുള്ളത് വളരെ പ്രകടമാണ്. എന്നാൽ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് തെക്കേ ഇന്ത്യയിൽ വലിയ സ്വാധീനം ചെലുത്താനായി കഴിഞ്ഞിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ വിലയിരുത്തലുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒരു തിരിച്ചടി ഉണ്ടാകുന്നതിന്റെ ലക്ഷണമാണ് കാണുന്നത്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായതിനു ശേഷം വർദ്ധിത വീര്യത്തോടുകൂടിയാണ് ഇന്ത്യ മുന്നണി ഈ ഗോദായിൽ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ ശക്തമായി മോദിക്കെതിരായി ആഞ്ഞടിക്കുകയാണ്. മുൻപ് ഒക്കെ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്. പഞ്ചാബ്, ഡൽഹി, പഞ്ചാബ്, ഹരിയാനയിലൊക്കെ തെരഞ്ഞെടുപ്പ് ഇനിയും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അഴിച്ചുവിട്ടിരിക്കുന്നതായ അതിശക്തമായ പ്രചാരണ രീതികൾ ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുപോലെ തന്നെ അത്യഭൂതപൂർവമായ ഒരു സമവാക്യവും കൂട്ടുകെട്ടുമാണ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് നടത്തുന്ന പ്രചരണം. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിലൂടെ അദ്ദേഹം മത്സരിക്കുകയാണ്. അതിശക്തമായ പ്രചരണമാണ് അവിടെ അഴിച്ചുവിട്ടത്. ഉത്തരേന്ത്യയിൽ വളരെ നിർണായകമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ് സമാജ്വാദി പാർട്ടി. സമാജ്വാദി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും തോളോട് തോൾ ചേർന്നുകൊണ്ട് അതിശക്തമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് UP-യിൽ ആകമാനം നടത്തിയത്. പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്റ്റാർ പ്രചാരകർ രംഗത്തിറങ്ങിയാണ് ഉത്തർപ്രദേശിലെ പ്രചാരണം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ BJP മുന്നണിക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് UP-യിലെ തൂത്തുവാരൽ എന്ന് പറയുന്ന ആ സംഗതി ഇപ്രാവശ്യം നടക്കുകയില്ല. UP-യിൽ പോലും BJPക്ക് തിരിച്ചടി ഉണ്ടാകും. മധ്യപ്രദേശിലുണ്ടാകും, രാജസ്ഥാനിലുണ്ടാകും, ഒഡീഷയിലുണ്ടാകും. അതിനേക്കാളൊക്കെ വലിയ മുഖത്തേറ്റ അടിയായിരിക്കും പശ്ചിമ ബംഗാളിൽ നിന്ന് BJPക്ക് ലഭിക്കാൻ പോകുന്നത്. തൃണമൂൽ കോൺഗ്രസ് അതിശക്തമായ പ്രചരണത്തിലൂടെയാണ് ബംഗാളിൽ ഈ പ്രാവശ്യം മത്സരിച്ചത്. അവിടെയും BJPക്ക് തിരിച്ചടി ഉണ്ടാകും. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്പമെങ്കിലും പിടിയുണ്ടായിരുന്ന കർണാടകയിൽ തിരിച്ചടി ഉണ്ടാകും. കാരണം അവിടുത്തെ പ്രജ്വൽ രേവണ്ണയുടെ കേസ് ലൈംഗിക അപവാദം BJP മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കർണാടകയിൽ അവർക്ക് കുറെ സീറ്റുകൾ നഷ്ടമാകാൻ വളരെ സാധ്യതയുണ്ട്. മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെ ഒരു പ്രതീക്ഷയ്ക്കും അവർക്ക് വകയില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പല കാരണങ്ങളാൽ സവിശേഷത ഉള്ളത് ആണ് എന്ന് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് ഫലവും ഞെട്ടിപ്പിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂട്ടത്തിൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല, പഞ്ചാബിലെയും ഹരിയാനയിലെയും ഒക്കെ കർഷക തൊഴിലാളികൾ വീണ്ടും സമരരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഡൽഹി ചലോ എന്ന് പറഞ്ഞ് 100 ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കർഷക സമരം പുനരാരംഭിക്കാൻ പോവുകയാണ്. കർഷകർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് സംബന്ധിച്ച് ക്രിയാത്മകമായ ഒരു നടപടിയും നരേന്ദ്രമോദി എടുത്തിട്ടില്ല. അതുകൊണ്ട് പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ ഒരുമിച്ച് നിന്ന് പോരാടാൻ വീണ്ടും തുടങ്ങുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ നന്നായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂരൊക്കെ ഇപ്പോഴും അസ്വസ്ഥമാണ്. കലാപ നടന്നുകൊണ്ടിരിക്കുന്നു. മണിപ്പൂരിൽ ശാന്തത വരുത്തുന്നതിനും ക്രിയാത്മകമായ യാതൊരു നടപടിയും ഒരു പ്രധാനമന്ത്രി എടുക്കാതെ നാടുകളെ ഇതുപോലെ കള്ളപ്രചരണങ്ങളും വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളും ഒക്കെ അഴിച്ചുവിട്ടുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെക്കേ ഇന്ത്യയിൽ അദ്ദേഹം വികസനം എന്ന് പറയുന്ന കാർഡാണ് കളിച്ചതെങ്കിൽ
ഉത്തരേന്ത്യയിൽ ചെന്നപ്പോൾ അദ്ദേഹം മത ധ്രുവീകരണത്തിന്റെ, വർഗീയ ധ്രുവീകരണത്തിന്റെ കാർഡാണ് കളിക്കുന്നത്. ചില മതങ്ങളെ പ്രത്യേകമായി പുകഴ്ത്തുകയും ചില മതങ്ങളെ ഇകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പരോക്ഷമായി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചു കാണുന്നത്. അതായത് ഭൂരിപക്ഷ മതങ്ങൾ അധികാരത്തിൽ വന്നില്ല എങ്കിൽ, ഇന്ത്യ മുന്നണി ഏതെങ്കിലും കാരണത്താൽ അധികാരത്തിൽ വന്നാൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ സ്വത്തുകളെല്ലാം എടുത്ത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കൊടുക്കുമെന്നൊക്കെ അദ്ദേഹം സ്വയം പ്രചരണം അഴിച്ചുവിട്ടിരിക്കുക. പ്രതിപക്ഷ കക്ഷികളിലെ ഒരു കക്ഷി പോലും അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പുറപ്പെടുവിച്ചിട്ടില്ല. അപ്പൊ ഇല്ലാത്ത അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ്, നിർദ്ദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ പരിഭ്രാന്തരാക്കി സത്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ പൊയ്മുഖം ആളുകൾ തിരിച്ചറിഞ്ഞു. മിക്കവാറും ആ മുഖംമൂടി വലിച്ചെറിയാനുള്ള സാഹചര്യം വളരെ വൈകാതെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഊർജം ശേഷിക്കുന്നതായ 114 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിലും നന്നായി സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA മുന്നണിക്ക് 400, 350, 300 എന്നൊക്കെ പറയുന്ന സംഖ്യയിലെത്താൻ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷം കടന്നു പോകുന്നതിന്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കടുത്ത വാശിയിലാണ് നിൽക്കുന്നത്. ഏതായാലും 6ഉം 7ഉം ഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് ഏതാണ്ട് 14 ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതോടുകൂടി ചിത്രം വ്യക്തമാകും. ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപക്ഷെ അതിനിർണായകമായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഈ 18ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വഴിതെളിച്ചു എന്ന് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല.